ഇടുക്കി ജില്ലയുടെ സൗന്ദര്യം നമ്മൾ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കണം. എങ്കിലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ അതിൻ്റെ സൗന്ദര്യം എത്രമാത്രം ഉണ്ടെന്നുള്ളത്. ഞങ്ങൾക്ക് പോകാനുള്ള ജീപ്പുകളെല്ലാം ഇപ്പം തന്നെ ഇങ്ങ് വരും. അപ്പം നമുക്ക് ഇനി ചതുരംഗപ്പാറയിലേക്ക് പോകുന്ന മനോഹരമായ കുറേ കാഴ്ചകളെല്ലാം ഉണ്ട്. അതെല്ലാം കൂടെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ഇവിടുത്തെ സുന്ദരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ദൂരെ പശ്ചിമഘട്ട മലനിരകളും എവിടെ നോക്കിയാലും പച്ചപ്പും എല്ലാം കൂടെ നമ്മുടെ മനസ്സിനെ അങ്ങ് വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെ. കാറ്റ് ഒരു രക്ഷയുമില്ല കേട്ടോ. ഞങ്ങൾക്ക് പോകാനുള്ള ജീപ്പുകളെല്ലാം ഇപ്പം ഇങ്ങെത്തും. ഞങ്ങളത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ വിൻഡ് മില്ലുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ട് ഇവിടെ. നമ്മൾ ഒറ്റയ്ക്കൊക്കെ രാത്രികളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയം വരുന്ന രീതിയിലുള്ള ഒരു ശബ്ദമാണത്. ഞാൻ കരുതിയത് ദൂരെ എവിടെ നിന്ന് കുറേ അധികം ആൾക്കാർ ഒന്നിച്ച് പോകുന്ന ശബ്ദമാണെന്നാണ് ആദ്യമേ കരുതിയത്. പക്ഷെ അതല്ല. ഇവിടെയെങ്കിലും ജനവാസമൊന്നും ഇല്ലല്ലോ, വിജനമായിട്ട് കിടക്കുക. പിന്നെ മനസ്സിലാക്കി അത് കറങ്ങുന്നതിൻ്റെയാന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയത്. ഇവിടെ ആന കരടിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. മിക്കവാറും ഒക്കെ ചില സമയങ്ങളിൽ പകലും ഇവിടെ വരാറുണ്ടെന്നാണ് അറിവ്. ഒരു പട്ടി ഇരിക്കുന്നത് കണ്ടോ? ഒന്നല്ല, ഒന്നിൽ കൂടുതലുണ്ട്. എന്തോ രാജപാളയോ അങ്ങനെയാണ്ടൊക്കെ പറയുന്നത് കേട്ടോ എൻ്റെ ബ്രീഡ്. എനിക്കത്ര നിശ്ചയമല്ല. അതിൻ്റെ എല്ലാം കഴുത്ത ഒരു ബെൽറ്റും ഉണ്ട്. അത് ഇവിടെ ജീപ്പ് ഓടിക്കുന്നവർ അവരാണ് ഇതെല്ലാം ഇട്ടിരിക്കുന്നത്. കണ്ടോ, നടന്നു പോകുന്നതാണ്. എല്ലാവരും ഇവിടെ വന്ന പാടെ ജീപ്പ് വരാനായിട്ട് ഇങ്ങനെ താമസമുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ നിന്ന് ഫോട്ടോകളും ഒക്കെ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ വരും ജീപ്പ്. കുറേ ബസ്സുകൾ ഒന്നിച്ച് വന്നുകൊണ്ടേ ജീപ്പുകളൊക്കെ അവരെ ഒക്കെ ഇങ്ങനെ അവിടെ എല്ലാം കാണിക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. ഏത് നിമിഷവും ഇങ്ങനെ വരാം. ഞങ്ങൾ അതും കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും സമയം പോകാനായിട്ട് ഈ ഫോട്ടോ എടുപ്പാണ്. എവിടെ ചെന്നാലും എല്ലാവരും അവിടുത്തെ പ്രകൃതിയുടെ ഭംഗി പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുകയാണല്ലോ ഒരു പതിവ്. അതുതന്നെ ഇവിടെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെ ഈ ടൂറിസ്റ്റുകളൊക്കെ എല്ലാവരും തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ ആരുമില്ല, വിജനമായിട്ട് കിടക്കുമായിരിക്കും. ഒരനക്കവും ഇല്ല. അപ്പോൾ ഈ ജീപ്പും എല്ലാം അങ്ങ് തിരിച്ചു പോകുമല്ലോ. ഇവിടെ ഈ ഗ്രൗണ്ട് പോലെ കിടക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ വണ്ടി വന്ന് എപ്പോഴും പാർക്ക് ചെയ്യുന്നത്. ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നല്ല പൊടിയും ഒക്കെയാണ്. ഇനിയിപ്പോളേ ഞങ്ങൾ ഓഫ് റോഡ് വഴി ജീപ്പ് കള്ളിപ്പാറയ്ക്ക് പോവുകയാണ്. ഈ സുന്ദരമായ സ്ഥലമാണ് കള്ളിപ്പാറ. ആ സൗന്ദര്യം ഒന്ന് കണ്ടു നോക്കിയേ. ഇതിലിപ്പം ജീപ്പ് വഴി ഓഫ് റോഡിൽ കൂടെ പോകുന്ന യാത്ര ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഈ സ്ഥലത്തിൻ്റെയൊക്കെ സൗന്ദര്യം നോക്കി, അത്ര സുന്ദരമായ കാഴ്ചയാന്ന് നോക്കി. അങ്ങ് ദൂരെ ഒരു മല നിൽക്കുന്നത് കണ്ടോ, മുഴുവൻ പുല്ലൊക്കെ ആയിട്ട്. കള്ളിപ്പാറ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തമിഴ്നാട് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ ക്യാമറയിൽ കൂടെ ദൂരെയുള്ള കാഴ്ച എത്ര കൃത്യമായിട്ടാണ് കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. ദൂരെ കാണുന്ന സ്ഥലം തമിഴ്നാട്ടിലെ തേവാരം എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ ഈ ദൂരെ കാണുന്നത്. ഈ മലഞ്ചെരുവിൽ കൂടെയൊക്കെ തേവാരത്തേക്ക് പോകാനായിട്ടൊക്കെ ചെറിയ വഴികളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ചിലർ കയ്യിലൊക്കെ പോകുന്നുണ്ടായിരിക്കും. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ തേവാരം. നമുക്ക് ശരിക്കും കാണാം ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക്. ഇവിടെയെല്ലാം ഒരുതരം പുല്ല് ഇങ്ങനെ കിളുത്ത് നിൽക്കുന്നത് കണ്ടോ, പൊങ്ങി ഇങ്ങനെ നിൽക്കുന്നത്. അത് മുഴുവനും നമ്മുടെ ഈ പുൽത്തൈലം ഉണ്ടാക്കുന്ന പുല്ലുണ്ടല്ലോ, അതാണ് ഈ പ്രദേശം. ഈ മലയിൽ മുഴുവൻ നിൽക്കുന്നത് അതാണ്. പണ്ട് നാട്ടും പ്രദേശങ്ങളിലൊക്കെ കാണാമായിരുന്നു, പക്ഷെ ഇപ്പം എങ്ങും അങ്ങനെ കാണുന്നില്ല. പക്ഷേ ഇവിടെ മുഴുവനും അതാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചല്ലോ ഭ്രമരം പോയിന്റ്, അവിടെ ഇതുപോലെ പുല്ലുകളുണ്ട്. അവിടെ ഈ പുൽത്തൈലം അവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നല്ല പുൽത്തൈലായിരുന്നു അത് വാങ്ങിച്ചിട്ടൊക്കെ. നല്ല ശക്തമായ കാറ്റിങ്ങനെ വീശിക്കൊണ്ടായിരിക്കുന്നു. നല്ല കാറ്റാണ് ഇവിടെ ഒക്കെ. നോക്കത്താ ദൂരത്തോളം അങ്ങനെ വിജനമായിട്ടാണ് അങ്ങ് കിടക്കുകയാണ്. ഇപ്പം മഞ്ഞിൻ്റെ ശല്യമേ ഇല്ല, ശകലം പോലും മഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് വളരെ ദൂരെയുള്ള കാഴ്ചകൾ പോലും നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങ് ദൂരെ മലകളെല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് കറങ്ങി ദൂരെ കാണുന്ന ഏതോ ഒരു മലയുടെ മേളിൽ ചെല്ലണം. അതാണ് ചതുരംഗപ്പാറ എന്ന് പറയുന്നത്. അത് ഇനിയിപ്പം ഇവിടുത്തെ കാഴ്ചയെല്ലാം കണ്ട ശേഷം ജീപ്പിൽ ഞങ്ങൾ കയറി അങ്ങ് മുകളിൽ ചെല്ലും. അവിടെ ഇതിനെക്കാട്ടിലും കാറ്റാണെന്നാണ് പറഞ്ഞത്. ഇവിടെ തന്നെ കാറ്റ് കാണാൻ നിൽക്കാൻ വയ്യ. സുന്ദരമായ കാഴ്ച. ഇത് കണ്ടോ, ഞങ്ങളെ ഇങ്ങനെ വന്നിരിക്കുന്ന ജീപ്പുകളൊക്കെ കണ്ടോ, അതിൻ്റെ ഇരിപ്പ് കണ്ടോ. പൊടിയും ചെളിയെല്ലാം പിടിച്ച് രാവിലെ എല്ലാം കഴുകി വൃത്തിയാക്കിക്കൊണ്ട് ഇവർ വരുന്നതെന്നാണ് പറഞ്ഞത്.
ഒറ്റ ട്രിപ്പ് വന്നു കഴിയുമ്പോൾ ഈ പരുവാകും. അത്രയും റോഡാ. ഞങ്ങളെ ഇപ്പം ഈ നിൽക്കുന്ന ഈ സ്ഥലം ആണ് ചതുരംഗപ്പാറ. ഞങ്ങൾ കള്ളിപ്പാറയെന്ന് ജീപ്പയിൽ കയറി ഞങ്ങൾ ഇപ്പം വന്ന് നിൽക്കുന്ന ഇതാണ് ചതുരംഗപ്പാറ. ഇവിടുത്തെ സൗന്ദര്യം കണ്ടോ? അതൊക്കെ നമുക്ക് പറഞ്ഞൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ജീപ്പുകളൊക്കെ ഞങ്ങളുടെ കൂടെ വന്നവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറേ ജീപ്പുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ നല്ല പൊടിയാണ് കേട്ടോ ഈ മലയുടെ മുകളിൽ. ഇവിടെ മുഴുവൻ ഇത് കണ്ടോ, വിൻഡ് മില്ലുകളേ ഉള്ളൂ. കാറ്റ് കാരണം ഒരു രക്ഷയില്ല. സുന്ദരമായ കാഴ്ച. ഈ വിൻഡ് മില്ല് എല്ലാം കൂടെ ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ ഉള്ള ഒരു ഭീകരമായ ഒരു ശബ്ദമുണ്ട്. നമ്മൾ ഭയന്നു പോകും. രാത്രിയിലൊക്കെയാണ് നമുക്കൊരു പേടി വരും. കണ്ടോ ജീപ്പുകൾ കിടക്കുന്നുണ്ടോ? ഞങ്ങളുടെ കൂടെ വന്നവരും വേറെ ഏതൊക്കെയോ ഡിപ്പോയിൽ നിന്ന് വന്ന ബസ്സിൽ വന്നവരും ഒക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പം നമ്മൾ കാറിനൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ ബസ് ആദ്യം വന്ന് കിടന്ന സ്ഥലമുണ്ടല്ലോ, അവിടം വരെയേ ഉള്ളൂ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ വരത്തുള്ളൂ. പിന്നെ നമ്മൾ ഇവിടുന്ന് ജീപ്പിൽ തന്നെ വേണം ഈ ഓഫ് റോഡ് വഴി വരാനായിട്ട്. അല്ലാതെ ഒരു വാഹനവും ഇങ്ങോട്ട് വരത്തില്ല. ഈ കാറ്റിൻ്റെ ശബ്ദം കേൾക്കാമായിരിക്കും. ക്യാമറയിൽ ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട്. നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല കാറ്റ് കാരണം. ഇവിടെ ഇങ്ങോട്ട് വരുന്നവർ കഴിയുന്നതും മുണ്ടെടുത്തോണ്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. വലിയ ബുദ്ധിമുട്ടാണ് മുണ്ടെടുത്തോണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമുക്ക് ഈ മലയുടെ മുകളിലോട്ടെങ്കിലും കയറാൻ പറ്റത്തില്ല. മുണ്ടെങ്ങാനും പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കമ്പം തേനി ഭാഗത്തെങ്ങാനും അന്വേഷിച്ചെങ്കിൽ മാത്രമേ മുണ്ട് കിട്ടത്തുള്ളൂ. അത്ര ഭയങ്കരമായ കാറ്റ്. അത് നമ്മളിവിടെ വന്ന് കണ്ടാലും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ലേഡീസും. ഇവിടെ വരുമ്പോഴത്തേക്കും വല്ല ജീൻസോ ചുരിദാറോ ഒക്കെ ഇട്ടുകൊണ്ട് മാത്രമേ ഇവിടെ വരാവുള്ളൂ. കാരണം അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാറ്റിൻ്റെ ശക്തി നമുക്ക് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. നല്ല സുന്ദരമായ കാഴ്ചകൾ. ഇവിടെ നല്ല തണുപ്പുള്ള സമയത്താണല്ലേ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതുകൊണ്ടോ ആൾക്കാരും ഒക്കെ ആയിട്ട് ജീപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ കാണുന്ന സ്ഥലേ ക്ലിയർ ആണോന്ന് എനിക്കറിയില്ല. മുഴുവനും തമിഴ്നാടാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഭയങ്കര കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. നമ്മളെ പറപ്പിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റ് ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെയായിട്ട് ആ പച്ചപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു മല കണ്ടോ? നമുക്ക് ഈ ക്യാമറയിൽ കൂടെ നമുക്ക് കിട്ടുന്നില്ല. ആ മലയിൽ 2 ആനകളൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം, കാട്ടാനകൾ. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഈ മലയുടെ മുകളിൽ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈ മലയുടെ മുകളിലേക്ക് എല്ലാവരും കയറി നോക്കുന്നത്. ഇതിന് തൊട്ട് അപ്പുറത്തുള്ള മലയിലാണ് ആന നിൽക്കുന്നത്. നമ്മുടെ ഈ ക്യാമറയിലൂടെ നമുക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല സംഭവം. ഇവിടെ ഇപ്പം കാറ്റ് കാരണം ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ കാഴ്ചകളിൽ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. കാരണം എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും നല്ല സൗന്ദര്യമുള്ള കാഴ്ചകൾ മാത്രം. അങ്ങ് ദൂരത്തെ കുറേ മലകൾ കണ്ടോ? അവിടുന്ന് മഞ്ഞ് പൊന്നുന്ന പോലെ കണ്ടോ? അത് മഞ്ഞല്ല, ഏതാണ്ട് കാട്ടുതീയാണെന്നാണ് ഞങ്ങളുടെ ഇവിടെ കൊണ്ടുവന്ന ജീപ്പിൻ്റെ ഡ്രൈവർ പറഞ്ഞത്. അത് ആരോ കൊണ്ട് ഇങ്ങനെ തീയിടുന്നതാണ്. ചതുരംഗപ്പാറയുടെ മുകളിൽ നിന്നുള്ള സുന്ദരമായ കാഴ്ചകളാണ് ഇതെല്ലാം. സാരി ഒക്കെ ഉടുത്തോണ്ട് വന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. കാരണം അറിയാമല്ലോ, നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള ഇതുപോലെയുള്ള മലകൾക്ക് മൊത്തമായിട്ട് പറയുന്നൊരു പേരുണ്ടല്ലോ, പാവാടപ്പൊക്കി മലകൾ. അത് വളരെ ശരിയാണ്. കാരണം അങ്ങനെയുള്ള ഡ്രസ്സ് ഒന്നും ഇട്ടുകൊണ്ട് നമുക്കിവിടെ വരാനേ പറ്റില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറാനും പറ്റില്ല. അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ വന്ന കുറേ പേര് താഴെ ജീപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക. അവർക്ക് ഇങ്ങോട്ടെങ്ങും വരാൻ പറ്റുന്നില്ല. എത്ര മനോഹരമായ കാഴ്ചകളാണെന്ന് നോക്കി. നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. അത്ര സുന്ദര കാഴ്ചകളാണ് ഇവിടെ. ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇപ്പം ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളുടെ ബസ് വന്ന സ്ഥലമുണ്ടല്ലോ, ആദ്യമേ വന്നേ, അവിടെ ഞങ്ങൾ തിരിച്ചെത്തി. ബസ്സിൽ കയറാൻ വേണ്ടി വന്നു. ഇപ്പം ഞങ്ങളുടെ ഇനി കൂടെയുള്ളവരൊക്കെ ഇങ്ങ് തിരിച്ചെത്തണം. ഇനിയിപ്പം എല്ലാവരുമേ ഓരോരോ ജീപ്പുകളിലായിട്ട് ഇങ്ങ് തിരിച്ചിങ്ങെത്തും. അപ്പം ആദ്യമേ വന്നവരെല്ലാം ഇവിടുത്തെ ഈ പരിസരത്തെ കാഴ്ചകളും എല്ലാം കണ്ടും ഫോട്ടോയൊക്കെ എടുത്തും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. നമ്മൾ ഇവിടെ എത്ര സമയം നിന്ന് കഴിഞ്ഞാലും നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല. അത്ര സുന്ദരമായ കാലാവസ്ഥയും നല്ല മനോഹരമായ കാഴ്ചകളുമാണ് ഇവിടെ. ഈ വരുന്നവരെ ആദ്യമേ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പ്രദേശത്ത് ഈ കാട്ടിലെല്ലാം ഇങ്ങനെ പൂക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെടികൾ ഒത്തിരി നിൽപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് മുഴുവൻ ഇങ്ങ് പറിച്ചെടുക്കും. വീട്ടിൽ കൊണ്ട് വെക്കാനായിട്ടാണ്. പക്ഷേ അത് അവിടെ നമ്മുടെ ഇവിടെയൊക്കെ പിടിക്കുമോ എന്ന് എനിക്കറിയത്തില്ല.
നമ്മുടെ ഇടുക്കി ജില്ലയിലോട്ട് എവിടെ വന്നാലും ഈ റോഡ് സൈഡിലെല്ലാം നിൽക്കുന്നതാണ് ഒരുപാട് ചെടികൾ പോലെ പൂവൊക്കെ ആയിട്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടുത്തെ കാലാവസ്ഥയുടെ ആയിരിക്കും വലിയ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. എല്ലാവരും ചെടി പറിക്കുന്ന തിരക്കിൽ തന്നെയാണ്. നമ്മൾ കാറിനൊക്കെ വരുന്നെങ്കിലും ഇവിടം വരെയേ ഉള്ളൂ കാറൊക്കെ വരത്തുള്ളൂ. പിന്നെ നമ്മൾ ജീപ്പേ പോയേ പറ്റത്തുള്ളൂ. ഇവിടിപ്പം എല്ലാവരും തിരിച്ചിങ്ങെത്തി. ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഈ സ്ഥലം ഏതാണെന്ന് പറയണ്ടല്ലോ, മൂന്നാറിലെ ഗ്യാപ് റോഡാണ്. അവിടുത്തെ സൗന്ദര്യം കണ്ടോ, അവിടുത്തെ ആ കാഴ്ചകളും മഞ്ഞില്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ സുന്ദരമായ കാഴ്ച നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ സാധാരണ നമ്മൾ വരുന്ന സമയത്തൊക്കെ എപ്പോഴും മൂടൽമഞ്ഞൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് കാഴ്ചയൊന്നും അത്ര ക്ലിയറായിട്ട് കിട്ടത്തില്ല. ഇന്നിപ്പം സമയം 6 മണി കഴിഞ്ഞു, എന്നിട്ടും എത്ര ക്ലിയറായിട്ടാണ് കിടക്കുന്നതൊക്കെ. ഇന്ന് മഞ്ഞായില്ല, മൂടൽമഞ്ഞിൻ്റെ ഒരു ശല്യമില്ല ഇന്ന്. അതുകൊണ്ട് നമ്മൾ വന്ന സ്ഥലങ്ങളിലെല്ലാം നല്ല ക്ലിയറായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ എല്ലാം തന്നെ മിക്കവാറും എല്ലാം കണ്ടു കഴിഞ്ഞു. ഇപ്പം നമ്മൾ തിരികെ പോരാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇന്ന് രാവിലെ മുതൽ നമുക്ക് ഇടുക്കി ജില്ലയിലെ സുന്ദരമായ കുറേ കാഴ്ചകളൊക്കെ നമുക്കിന്ന് കാണാൻ സാധിച്ചു. ഇന്നിപ്പം പ്രകൃതിയുടെ കനിഞ്ഞുള്ള അനുഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇന്നിപ്പം ശകലം പോലും മഞ്ഞോ മഴയോ ഒന്നും ഇല്ലായിരുന്നു. സാധാരണ നമ്മൾ ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം മൂടൽമഞ്ഞായിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ലായിരുന്നു. എല്ലാ കാഴ്ചകളും സുന്ദരമായി നമുക്ക് കാണുവാൻ സാധിച്ചു. ഇന്നത്തെ ഒരു പകൽ മുഴുവൻ സുന്ദരമായ കാഴ്ചകൾ കാട്ടിത്തന്ന സുന്ദരിയായ ഇടുക്കിയോട് നമ്മൾ യാത്ര പറയുകയാണ്. ഇനിയിപ്പം അടുത്ത ഒരു യാത്രയിലെ കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.